കലണ്ടറിലെ കറുത്ത അക്കങ്ങൾ ഓരോന്നും പിന്നിലേക്ക് തള്ളിയിട്ട് ഈ ഒരു ദിവസം വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കാത്തിരുന്ന അവസാനം പയ്യന്നൂരിൻ്റെ മണ്ണിലേക്ക് കാലൂത്തി. ഇത്രയ്ക്ക് കാത്തിരുന്ന മറ്റൊരു കല്യാണമില്ല. എല്ലാ തിരക്കിൻ്റെയും മടുപ്പിൻ്റെയും നിരാശയുടെയും ഇടയിൽ ഓളുടെ കല്യാണം വരുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ തുലാവർഷത്തെ ഇടിവെട്ടിന് ശേഷം പൊങ്ങി വരുന്ന വെളുത്ത കൂണുപോലെ വെളുവെളുത്ത കുഞ്ഞു സന്തോഷങ്ങൾ പൊട്ടി മനസ്സിലൊരായിരം അരിക്കൂണുകൾ ചെതറി നിന്നു. സ്കൂൾ കാലമോ കോളേജ് കാലമോ കഴിയുന്നതോടെ ചിതറിപ്പോകുന്ന പെൺസൗഹൃദങ്ങളുടെ ഇടയിൽ നിന്ന് ജോലിയുടെയോ വിവാഹത്തിൻ്റെയോ പ്രാരാബ്ധത്തിൻ്റെയോ രാജ്യത്തിൻ്റെ അതിർത്തിയുടെയോ വരെ ബാധകമല്ലാത്ത പെണ്ണുങ്ങൾ ഓടിക്കൂടി ഒരു കല്യാണ തലേന്നാണിത്. ഒറ്റയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ഓടി നടന്ന് ചാടി നടന്ന് ചെയ്യുന്ന ഞങ്ങളുടെ കല്യാണ പെണ്ണ് രൂപശ്രീ ഐവി. കയ്യിൽ പൈസ ഇല്ലെങ്കിൽ എന്തോ ഒരു ബേജാറാണെന്ന രാജശ്രീയുടെ കല്യാണിയുടെയും ദാക്ഷാണിയുടെയും നോവലിലെ കഥാപാത്രം പറഞ്ഞതുപോലെ ആ ബേജാർ ഉണ്ടാവാതെ കയ്യിൽ പൈസയും കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കുന്ന ഒരുത്തനെയും ഒരു കോപ്പുകാരനെയും കണ്ടെത്തിയതിന് ശേഷം അവൾ സ്വന്തം ദേശത്തിൻ്റെ അതിർത്തി വിടാതെ തന്നെ കല്യാണം കഴിക്കാൻ പോവുകയാണ്. ഓസ്ട്രേലിയയിൽ നിന്നും വന്ന സർപ്രൈസ് കൊടുത്ത നമ്മുടെ പൊടിയും, ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടും നാട്ടിൽ വന്ന് മേക്കപ്പ് സാധനങ്ങൾ ഓർഡർ ചെയ്യുന്ന ആതിരയും, സിനിമാ തിരക്കുകൾക്കിടയിലും കല്യാണത്തിന് സമയം കണ്ടെത്തി ഞങ്ങളുടെ പ്രശസ്ത നടി ഭാനുപ്രിയയും ബിന്ദു പിയും എല്ലാം കൂടെ കല്യാണം അങ്ങോട്ട് കളറാക്കാൻ തീരുമാനിച്ചു. എത്രയൊക്കെ ലിസ്റ്റ് എഴുതി പലചരക്ക് സാധനങ്ങൾ വാങ്ങാൻ പോയാലും തിരിച്ചു വരുമ്പോൾ വാങ്ങാതെ വരുന്ന സാധനം കൃത്യമായി കണ്ടുപിടിക്കുന്ന അമ്മമാരെ പോലെ എത്രയൊക്കെ പ്ലാൻ ചെയ്തിട്ടും പിന്നെയും സാധനങ്ങൾ വാങ്ങാൻ ഞങ്ങൾ ഫാൻസി കടകൾ കയറി ഇറങ്ങി. പെണ്ണിൻ്റെ തലേദിവസത്തെ ഫോട്ടോഷൂട്ടാണെന്ന് പറഞ്ഞ് അമ്പലത്തിൽ പോയെങ്കിലും ക്യാമറ കണ്ടപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവിനെ അനുസ്മരിക്കും വിധം എല്ലാവരും വൻ ഫോമിലായി വെറും ഷോ കാണിച്ചുകൊണ്ടേയിരുന്നു. നൃത്തമണ്ഡപം കണ്ടതും ഭാനുപ്രിയയുടെ ഉള്ളിലെ നാട്യമയൂരി സടകുടഞ്ഞെഴുന്നേറ്റു. അവസാനം നാഗവല്ലി ഞങ്ങൾ എങ്ങനെയൊക്കെയോ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്തത്. പിന്നെ വൈകുന്നേരത്തെ കലാപരിപാടി ഓണപ്പരിപാടി ആവാതെ ഞങ്ങൾ ഇടപെട്ട് അടിപൊളിയാക്കി.